ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. അങ്ങനെ ഒരു റംസാൻ നോമ്പുകാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. 29 മുതൽ 30 ദിവസം വരെ നീരുന്ന ഈ ഒരു റംസാൻ നോമ്പ് കാലത്ത് സാധാരണ നമ്മൾ ഒരു 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയെ നിയന്ത്രിച്ചുകൊണ്ട്, അതായത് ഭക്ഷണവും ജലവും ഈവൻ ഉമിനീര് പോലും ഉള്ളിലേക്ക് ഇറക്കാത്ത രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കടുത്ത വ്രതമാണ് ഈ ഒരു റംസാൻ നോമ്പുകാലം എന്ന് പറയുന്നത്. എല്ലാ മുസ്ലിം സഹോദരന്മാരും ഈ ഒരു സമയത്ത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. നമുക്ക് കഴിയുന്നത്ര ഒരു 25 മുതൽ 30 ദിവസം വരെ നോമ്പ് പിടിക്കാൻ സാധിച്ചാൽ നല്ലത് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. നോമ്പ് കാലത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള സുഹർ, മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള ഇഫ്താർ, തറാവീഹ് നിസ്കാരത്തിന് ശേഷമുള്ള ഭക്ഷണം, ഇങ്ങനെയാണ് സാധാരണ 3 നേരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. റംസാൻ നോമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്നും റംസാൻ നോമ്പ് സമയത്ത് സാധാരണ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതും റംസാൻ നോമ്പ് കാലത്ത് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണ രീതികൾ എന്തെല്ലാം എന്നുള്ളതും കഴിക്കാൻ പാടില്ലാത്തത് എന്താണെന്നുള്ളതും വിശദീകരിക്കാം. ഇത് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ നോമ്പ് സമയത്തുള്ള എല്ലാ സഹോദരന്മാർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. നമ്മൾ സാധാരണ ഈ റംസാൻ നോമ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണവും ജലവും ഉമിനീരും പോലെ ഇറക്കാതെ ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് രീതിയാണ് ഈ റംസാൻ നോമ്പ് കാലം എന്ന് പറയുന്നത്. ഈ ഒരു നോമ്പിൻ്റെ ഡ്രൈ ഫാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യ ഗുണങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നമ്മുടെ ശരീരത്തിലുള്ള സൈറ്റോകിൻസ് എന്ന് പറയുന്ന ചില പ്രോട്ടീൻ തന്മാത്രകളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നു. സൈറ്റോകിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് മോളിക്യൂൾസ് ആണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോയാൽ പ്രോബ്ലമാണ്, നിങ്ങൾക്കറിയാം. കൂടിപ്പോയാലും പ്രോബ്ലമാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലത്തെല്ലാം തന്നെ സൈറ്റോകിൻസിൻ്റെ വല്ലാത്ത പ്രവർത്തനം കൊണ്ടാണ് പലർക്കും സഡനായിട്ട് ഹാർട്ട് അറ്റാക്കും മറ്റു പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. സൈറ്റോകിൻ സ്റ്റോംസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ സൈറ്റോകിൻസിനെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തി നമുക്ക് വരാൻ സാധ്യതയുള്ള, ശരീരത്തിന് വരാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷനുകൾ, നീർക്കെട്ടുകൾ, രോഗങ്ങൾ, ചിലയിനം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, നിങ്ങൾക്കറിയാം നമ്മൾ തുമ്മൽ, ജലദോഷം തുടങ്ങി പലതരത്തിലുള്ള സന്ധിവാതങ്ങളും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന സൈറ്റോകിൻസിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് നമുക്ക് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് ഉപകാരപ്പെടും. രണ്ടാമത്തത്, നമ്മുടെ ശരീരത്തിലുള്ള ഫാഗോസൈറ്റിക് മാക്രോഫേജസിൻ്റെ അളവ് വർദ്ധിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു കയറിയാലോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗുണകരമല്ലാത്ത ചില കോശങ്ങൾ രൂപപ്പെട്ടാലോ ഇവയെ അപ്പോൾ തന്നെ തിന്ന് നശിപ്പിക്കുന്ന ചില ഫാഗോസൈറ്റിക് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ഫാഗോസൈറ്റിക് കോശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഡ്രൈ ഫാസ്റ്റിംഗ് ഉപകാരപ്രദമാണ്. മൂന്നാമത്തത്, നമ്മുടെ ശരീരത്തിനകത്തുള്ള മൈക്രോബിയൽ ഫ്ലോറ വർദ്ധിപ്പിക്കും. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് കോടാനുകോടി ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കുടലിലുണ്ട്, നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ, സ്കിന്നിൽ ജീവിക്കുന്നുണ്ട്, മൂക്കിനകത്ത്, വായ്ക്കകത്തെല്ലാം ജീവിക്കുന്നുണ്ട്. ഏകദേശം 200 ബില്യണോളം ബാക്ടീരിയൽ ഫ്ലോറ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ പലതരത്തിലും, പ്രത്യേകിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക്, നമ്മുടെ സ്കിന്നിൻ്റെ ഗുണം നിലനിർത്തുന്നതിന്, നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന്, ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും വരാതെ ചെറുക്കുന്നതിനെല്ലാം തന്നെ ഈ ബാക്ടീരിയകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് നമുക്ക് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് ഉപകാരപ്രദമാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. കാരണം ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെ അളവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഡ്രൈ ഫാസ്റ്റിങ്ങിന് സഹായിക്കും. ഇനി നാലാമത്തെ ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ, കീടനാശിനികൾ, കെമിക്കലുകൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ടൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൽ അപകടകരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകൾ ഫോം ചെയ്യുന്നതിനും കാരണമാകും. ഈ ഫ്രീ റാഡിക്കലുകളാണ് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഫ്രീ റാഡിക്കലുകൾ ഫോം ചെയ്യുന്നതിനെ കുറച്ചുകൊണ്ട് നമ്മുടെ കോശങ്ങൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നതിനെ ചെറുക്കാനായിട്ട് ഈ ഡ്രൈ ഫാസ്റ്റിങ്ങിന് കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ഓട്ടോഫാജി വർദ്ധിപ്പിക്കും. ഓട്ടോഫാജി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ശരീരത്തിലെ പഴകിയ കോശങ്ങൾ നശിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്ത് പുതിയ കോശങ്ങൾ വന്ന് കവർ ചെയ്യും. നമ്മുടെ സ്കിന്നിലാണെങ്കിലും പഴകിയ കോശങ്ങൾ ഒരു പരിധിക്ക് മുകളിൽ ജീവിക്കില്ല, ഇവ നശിച്ചു പോയിട്ട് പുതിയ കോശങ്ങൾ ഫോം ചെയ്യുന്നു. എപ്പോഴാണോ പുതിയ കോശങ്ങൾ ഫോം ചെയ്യുന്നത് കുറയുന്നത്,
ഇവ നമുക്ക് സ്കിന്നിലാണെങ്കിലും ഉള്ളിലത്തെ അവയവങ്ങൾക്കാണെങ്കിലും ജരാനരകൾ ബാധിക്കുന്നതിന് കാരണമാകാറുണ്ട്. അതായത് സ്കിന്നിന് ചുളിവ് വരിക, നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിന് വ്യത്യാസം വരിക, ഇതെല്ലാം തന്നെ നമുക്ക് പ്രായം ചെല്ലുന്നതിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. നമ്മുടെ ശരീരത്തിലെ കാറ്റബോളിക് പ്രോപ്പർട്ടീസ് വർദ്ധിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ ഒരു കണ്ടീഷനെ നിയന്ത്രിച്ച് നിർത്തുന്നത്, അതായത് നമ്മുടെ ശരീരത്തിന്റെ ജരാനരകൾ ബാധിക്കുന്നതിന്റെ തോത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ഡ്രൈ ഫാസ്റ്റിങ്ങിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഓട്ടോഫാജി എന്ന് പറയുന്ന പ്രോസസ്സ് വർദ്ധിക്കുമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പഴയ കോശങ്ങൾ വളരെ പെട്ടെന്ന് നീക്കം ചെയ്ത് പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ രൂപാന്തരപ്പെടാൻ തുടങ്ങും. ഇതും ഡ്രൈ ഫാസ്റ്റിങ്ങിന്റെ ഒരു ഗുണമാണ്. ഇനി ഈ റംസാൻ നോമ്പ് സമയത്ത് പിടിപെടാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാം. ഈ അസുഖങ്ങൾ പിടിപെടാൻ കാരണം നോമ്പ് കാലം ശരിയായിട്ട് ഒരു ആരോഗ്യകരമല്ലാത്ത രീതിയിൽ ഒരു ഭക്ഷണശൈലി നമ്മൾ ശീലിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് റംസാൻ നോമ്പിന്റെ സമയത്ത് ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് നെഞ്ചെരുത്തിൽ, അസിഡിറ്റി, പുളിച്ചിൽ, ഏമ്പക്കം, ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളാണ്. രണ്ടാമത്തത് യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രോബ്ലംസ്. മൂന്നാമത്തത് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, പൈൽസ്, ഫിഷർ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് ഡീഹൈഡ്രേഷൻ, ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം കുറഞ്ഞു പോയിട്ട് ശരീരത്തിൽ നിർജ്ജലീകരണം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലം വരുന്നത് കടുത്ത വേനൽ സമയത്താണ്. വേനൽ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരാനോ തലകറങ്ങി വീഴാനോ ഉള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ വരാതെ തടയുന്നതിനും ആരോഗ്യകരമായിട്ട് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഇനി നോമ്പുകാലത്ത് കഴിക്കേണ്ടതെന്നും ഒഴിവാക്കേണ്ടത് എന്തെല്ലാമെന്നും വിശദീകരിക്കാം. റംസാൻ നോമ്പുകാലത്ത് 3 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. സുഹർ, ഇഫ്താർ, തറാവി നിസ്കാരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആഹാരം നമ്മൾ കഴിച്ചിരിക്കേണ്ടത് സുഹറിനാണ്. അതായത് നമ്മൾ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഹാരം കഴിച്ചിരിക്കേണ്ടത്. എന്നാൽ പലരും ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ നോമ്പെടുക്കുന്ന സമയത്ത് ചെയ്യുന്നത്, ഇവർ സുഹർ പലപ്പോഴും കഴിക്കത്തില്ല. രാത്രിയിൽ വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ സുഹർ കഴിക്കത്തുമില്ല, നിസ്കാരത്തിന് ഉണരത്തുമില്ല. പലപ്പോഴും രാവിലെ 10 മണിക്ക് ശേഷമായിരിക്കും ഇവർ ഉണരുന്നത്. ഇഫ്താർ പലപ്പോഴും, അതായത് മഗ്രിബിന് ശേഷമുള്ള ഇഫ്താർ ഇവർ അത്യാവശ്യം കഴിക്കും. ഏറ്റവും കൂടുതൽ ആഹാരം ഇവർ കഴിക്കുന്നത് തറാവി നിസ്കാരത്തിന് ശേഷം ലേറ്റായിട്ട്, പലപ്പോഴും ഹോട്ടൽ ഫുഡുകളും അല്ലെങ്കിൽ കരിച്ചതും പൊരിച്ചതായിട്ടുള്ള ആഹാരം രാത്രി കൂടുതൽ കഴിച്ചിട്ടായിരിക്കും ഇവർ കിടന്നുറങ്ങുന്നത്. രാത്രി ഉറക്കത്തിൽ ഇവർക്ക് ഈ വയർ നിറയെ ഫുഡ് കഴിച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ശരിയായിട്ട് ഉറങ്ങാനും പറ്റത്തില്ല. ഇവർക്ക് സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കാരത്തിനോ അല്ലെങ്കിൽ നോമ്പ് ശരിയായിട്ട് തുടങ്ങാനും പറ്റത്തില്ല. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് അസുഖങ്ങളിലേക്ക് ചെന്നെത്തും. എപ്പോഴും ചെയ്യേണ്ടത് നോമ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കേണ്ടത് സുഹറിനാണ്. സുഹറിന് അഥവാ ഇടയത്താഴത്തിന് എന്തെല്ലാം കഴിക്കണമെന്ന് വിശദീകരിക്കാം. സാധാരണ മലയാളികൾ സുഹറിന് എടുക്കുന്നത് ഒന്നുകിൽ ഇവർ രാവിലെ നമ്മുടെ മലയാളികളുടെ പതിവ് ഫുഡായിട്ടുള്ള ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, അപ്പം അല്ല, ഇതെല്ലാം ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ നമ്മുടെ നിസ്കാരത്തിന് മുമ്പ് എഴുന്നേറ്റ് തിരക്കത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കും. അതല്ലെങ്കിൽ ഇവർ ഇഫ്താറിനുള്ള ഫുഡ് രാത്രി അവർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം രാവിലെ ഇത് ചൂടാക്കി സുബഹിക്ക് മുമ്പ് ഇവരങ്ങ് കഴിക്കും. ഈ ഒരു രീതിയാണ് പലർക്കും കാണുന്നത്. ഇത് ശരീരത്തിന് ഗുണകരമല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഈ ഇഫ്താറിൻ്റെ ഫുഡ് പലപ്പോഴും അത് ഇറച്ചി ഐറ്റംസോ മസാലയുള്ള ഫുഡുകളായിരിക്കും. നമ്മൾ രാവിലെ ഇവ ചൂടാക്കി കഴിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് അസിഡിറ്റി, ദഹനക്കേട്, പുളിച്ചുതേട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. ഉറപ്പാണ്. ആദ്യത്തെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അസ്വസ്ഥത തുടങ്ങും. നിങ്ങൾക്ക് ഈ ഒരു 30 നോമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഇഫ്താറിൻ്റെ ഫുഡുകൾ ഒരിക്കലും സുഹറിന് കഴിക്കരുത്. രണ്ടാമത്തത്, പലരും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം പോലുള്ള ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് അരി ആഹാരം നിങ്ങൾ രാവിലെ സുഹറിന് കഴിക്കരുത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും ഇവ കഴിച്ചിട്ടാണ് നിങ്ങൾ നോമ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഇഡ്ഡലിയും ദോശയൊക്കെ ദഹിക്കാൻ അധികം സമയമൊന്നും വേണ്ട. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശപ്പ് തുടങ്ങും. നിങ്ങൾക്ക് വല്ലാത്ത പരവേശമായിരിക്കും. എങ്ങനെയെങ്കിലും നിങ്ങൾ വൈകുന്നേരം വരെ, മഗ്രിബ് നിസ്കാരം വരെ എത്തിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ട്രെയിൻ അനുഭവിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ എടുക്കേണ്ട ഭക്ഷണം ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ഡയബറ്റിക് അല്ല, വലിയ പ്രോബ്ലം ഒന്നും ഉള്ളവരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഓട്സ് കഴിക്കാവുന്നതാണ്. ഓട്സ് ഒന്നുകിൽ നിങ്ങൾക്ക് പാലിനോട് ചേർത്ത് കാച്ചി കഴിക്കാം. അതൊന്ന് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ് ഓട്സ്. ഇതിനകത്ത് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പതിയെ മാത്രമേ ദഹിക്കത്തുള്ളൂ. ഇതിനകത്തുള്ള പാലിനകത്ത് നമുക്ക് അത്യാവശ്യത്തിന് കാർബ്സ് അടങ്ങിയിട്ടുണ്ട്, ഷുഗർ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ എടുക്കാം. ഇതോടൊപ്പം നിങ്ങൾക്ക് പഴങ്ങളായിട്ട് ഏത്തപ്പഴം എടുക്കാം, തണ്ണിമത്തൻ, പേരയ്ക്ക, ആപ്പിൾ പോലുള്ളവ നിങ്ങൾക്ക് ഇതോടൊപ്പം കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏത്തപ്പഴം, തണ്ണിമത്തൻ, പേരയ്ക്കയൊക്കെ പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം
അത്യാവശ്യം സോഡിയവും നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഈ പകലുള്ള ക്ഷീണം ഒഴിവാക്കാനായിട്ട് സഹായിക്കും. എന്നാൽ നിങ്ങൾ പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓട്സും പാലും കോമ്പിനേഷന് പകരം നിങ്ങൾ ഓട്സും പച്ചക്കറിയും കോമ്പിനേഷൻ എടുക്കുക. അതായത് ഒരു പിടി ഓട്സ് എടുത്തിട്ട് നിങ്ങൾ അതിനോടൊപ്പം രാവിലെ ഇപ്പോൾ ബീൻസ്, ടൊമാറ്റോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ്, കോളിഫ്ലവർ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഓട്സ് ഉപ്പുമാവായിട്ട് ഉണ്ടാക്കി കഴിക്കുക. രാവിലെ സുഹറിന് നിങ്ങൾക്ക് അതിരാവിലെ ഒന്നും എഴുന്നേക്കണ്ട, ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിക്കുക. അതോടൊപ്പം ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾ ഏത്തപ്പഴം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഇതോടൊപ്പം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത് നല്ലതാണ്. ഈന്തപ്പഴമാണ് പൊതുവേ ഈ നോമ്പ് സമയത്ത് രാവിലെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഫ്താറിനോ എടുക്കുന്നത്. നിങ്ങൾ പ്രമേഹ രോഗിയല്ല, നിങ്ങൾക്ക് പകല് നല്ലതായിട്ടുള്ള ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്കൊരു 10 ഈന്തപ്പഴം വരെ രാവിലെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിലോ പകൽ പ്രത്യേകിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നവരല്ല, വയസ്സായവരാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ 1, 2, 3 ഈന്തപ്പഴം മാത്രം കഴിച്ചാൽ മതിയാകും. അതോടൊപ്പം നട്ട്സ് എടുക്കുന്നത് നല്ലതാണ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കപ്പലണ്ടിയോ അല്ലെങ്കിൽ ബദാം, വാൽനട്ട് പോലുള്ളവ എടുക്കാം. നിങ്ങൾ അത്യാവശ്യം വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ അണ്ടിപ്പരിപ്പില്ലേ, കാഷ്യൂ നട്ട് എടുക്കാം. കാരണം കാഷ്യൂ നട്ടിനകത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുതലുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ബദാമും വാൽനട്ടെല്ലാം എടുക്കുമ്പോൾ ശരീരത്തിന് ഒരു ഹെൽത്തി പ്രോട്ടീനായിട്ട് ഇവ വർക്ക് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതോടൊപ്പം നിങ്ങൾ അത്യാവശ്യം പകൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 2, 3 മുട്ടയുടെ വെള്ള രാവിലെ കഴിക്കാവുന്നതാണ്. വെള്ള എന്ന് പറയുന്നത് ഒരു ഹെൽത്തി പ്രോട്ടീനാണ്. രാവിലെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകൽ നിങ്ങളുടെ മസിൽസിന് ചെയ്യാൻ അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള ആരോഗ്യം കിട്ടുകയും ചെയ്യും. പലപ്പോഴും നോമ്പ് സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന കഴപ്പ്, ക്ഷീണം പോലുള്ളവ മാറുന്നതിന് രാവിലെ ശരീരത്തിൽ പ്രോട്ടീൻ ലോഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു രീതിക്ക് വേണം രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട്. നിങ്ങൾ പ്രമേഹ രോഗി അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം. പ്രമേഹ രോഗിയാണെങ്കിൽ പാല് രാവിലെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല കഴിയുന്നത്ര മസാല ചേർന്ന ഭക്ഷണങ്ങൾ, പുളിയുള്ള ഫ്രൂട്ട്സ് ഇവ നിങ്ങൾ രാവിലെ സുഹറിന് ഒഴിവാക്കുക. കാരണം മസാല ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് കുരുമുളക് ചേർത്തിട്ടുള്ള, അമിതമായി മുളക് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ സുഹറിന് ഒഴിവാക്കുക. അതേപോലെ സുഹറിന് നിർബന്ധമായിട്ട് നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ശരീരത്തിൽ പകൽ ഈ ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ ജലാംശം കുറഞ്ഞു പോകാൻ നിലനിർത്തുന്നതിന് 1 ലിറ്റർ വെള്ളം വേണം. നിങ്ങൾ ഓട്സോ അരി ആഹാരമാണ് രാവിലെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കാം. ഇനി നിങ്ങൾ ഗോതമ്പ് ഭക്ഷണമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു ദാഹം തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പിൻ്റെ, കിഡ്നി സ്റ്റോണിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ മലംപിടുത്തം ടെൻഡൻസി ഉണ്ടെങ്കിലോ നിങ്ങൾ 1.5 ലിറ്റർ വെള്ളം രാവിലെ കുടിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പലപ്പോഴും വെയിലേറ്റ് കഴിഞ്ഞാൽ അമിതമായിട്ട് ക്ഷീണം വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിലോ സോഡിയം പൊട്ടാസ്യം കുറയുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലോ നിങ്ങൾ ഈ 1 ലിറ്റർ വെള്ളത്തിനകത്ത് അല്പം ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾ രാവിലെ സുഹറിന് കുടിക്കുന്നത് നന്നായിരിക്കും. കാരണം ശരീരത്തിലെ സോഡിയം കുറഞ്ഞു പോകാതിരിക്കുന്നതിന് ഉപ്പ് രാവിലെ നിങ്ങൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു രീതിക്കാണ് നിങ്ങൾ സുഹറിന് ഭക്ഷണം കഴിച്ചിരിക്കേണ്ടത്. ഇനി നോമ്പ് തുറക്കുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. പകൽ മുഴുവനുള്ള ഫാസ്റ്റിംഗ്, നോമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതാണ് മഗ്രിബിന് ശേഷമുള്ള ഇഫ്താർ എന്ന് പറയുന്നത്. ഇഫ്താറിൻ്റെ സമയത്ത് പലരും വയറ് നിറയെ ഭക്ഷണം, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കുക, ഇഫ്താർ വിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടാവുന്നത്തോളം ഇറച്ചി വിഭവങ്ങളും പലതരത്തിലുള്ള മസാല ഫുഡുകളും നമ്മളൊരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കാം, കഴിച്ചിട്ടുണ്ടായിരിക്കാം. ഈ രീതിക്ക് നമ്മൾ ഒരു ഫുൾ ഡേ ഡ്രൈ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തരത്തിലൊരു കനത്ത ഇഫ്താർ കഴിക്കുന്നത് നമുക്ക് ദഹനക്കേടും മറ്റ് പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇഫ്താറിന് നിങ്ങൾ നോമ്പ് മുറിച്ചുകൊണ്ട് തുടങ്ങേണ്ടത് 1, 2 ഈന്തപ്പഴവും അതോടൊപ്പം അല്പം വെള്ളവും കുടിക്കാം. അല്ലെങ്കിൽ പാലിൽ അല്പം വെള്ളം ചേർത്തിട്ട് പാലും വെള്ളമായിട്ട് നിങ്ങൾക്ക് അതോടൊപ്പം കഴിക്കാവുന്നതാണ്. കഴിയുന്നത്ര എത്രത്തോളം ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ നോമ്പ് മുറിക്കുന്നതിന് എടുക്കുകയോ അത്രത്തോളം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പലരും ചെയ്യുന്നത് വളരെ പുളിയുള്ള ഫ്രൂട്ട്സ് പലപ്പോഴും ഇഫ്താറിന് തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ അധികം പുളിയുള്ള ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് നാരങ്ങ, മുന്തിരി, ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ നല്ല രീതിക്കുള്ള പുളിയോടുകൂടി ചിലപ്പോഴും ഈ ഇഫ്താർ നോമ്പ് മുറിക്കുമ്പോൾ എടുക്കുന്നത് അസിഡിറ്റിയും നെഞ്ചരിച്ചിലും പുളിച്ചതേട്ടിലും ഉണ്ടാകാൻ കാരണമാകും. എപ്പോഴും നിങ്ങളിപ്പോൾ നാരങ്ങ വെള്ളമാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ലിറ്റർ വെള്ളത്തിൽ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട്, അതായത് അതിനകത്ത് വളരെ ചെറിയ പുളി മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ആ ഒരു രീതിക്ക് മാത്രമേ നാരങ്ങയോ ഓറഞ്ചോ എല്ലാം നിങ്ങൾ ജ്യൂസ് എടുക്കാൻ പാടുള്ളൂ. കടുത്ത ഒരു പുളി ഉള്ള ജ്യൂസ് എടുക്കുന്നത് നല്ലതല്ല. എപ്പോഴും നിങ്ങൾ ഇത്തരത്തിൽ പുളിയുള്ള ഫ്രൂട്ട്സ്, അതായത് ഇപ്പോൾ നാരങ്ങ വെള്ളമാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ വെള്ളത്തിൽ പകുതി നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിനകത്തൊരു അല്പം പഞ്ചസാരയും അല്പം ഉപ്പും ചേർത്തിട്ട് കഴിക്കുക. നോമ്പ് കഴിഞ്ഞിട്ട്
നോമ്പിൻ്റെ ക്ഷീണം കുറച്ചുകൊണ്ട് ശരീരത്തിൽ പെട്ടെന്ന് തന്നെ സോഡിയം പൊട്ടാസ്യം ലോഡ് ചെയ്യുന്നതിന് ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാം. വൈകുന്നേരത്തെ ഫുഡ് നിങ്ങൾ ഇഫ്താർ എടുക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് പലരും ചെയ്യുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ തണ്ണിമത്തൻ, ഓറഞ്ച്, മുന്തിരി, പേരയ്ക്ക, ആപ്പിൾ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞിട്ട് കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഫ്രൂട്ട് സലാഡായിട്ട് എടുക്കുന്ന രീതിയുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഒരു പഴം ഒരു സമയത്ത്, അതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. കാരണം നിങ്ങൾ ഈ ഒരു ഫുൾ ഡേ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മിക്സഡ് ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പുളിച്ചു തേട്ടാനും അസിഡിറ്റി ഉണ്ടാകാനും കാരണമാകും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അറ്റ് എ ടൈം എടുത്ത് അത് ദഹിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ആരോഗ്യകരം. നോൺ വെജ് ഭക്ഷണങ്ങൾ ഇഫ്താറിന് കഴിക്കാവുന്നതാണ്, പക്ഷേ അവ ഉണ്ടാക്കുന്ന രീതി പ്രധാനമാണ്. പലരും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, നോമ്പ് സമയത്തെല്ലാം നമ്മുടെ നാട്ടിൽ ഹോട്ടലുകളെല്ലാം തന്നെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഗ്രിൽഡ് ചിക്കനും അൽഫാമും പോലുള്ള പല അറബിക് ഡിഷസും വിളമ്പാറുണ്ട്. ഇത് കഴിക്കാൻ വൻ തിരക്കുമാണ്. എന്നാൽ എപ്പോഴും ഇത്തരത്തിൽ തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന ഇറച്ചി വിഭാഗങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ ഈ നോമ്പ് സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മുടെ കുടലിനകത്ത് ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. നേരിട്ട് തീയിൽ ചുട്ടെടുക്കുന്ന ഫുഡിനകത്ത് നമുക്ക് അപകടകാരിയായിട്ടുള്ള ചില രാസവസ്തുക്കൾ ഉണ്ടാകും. ഇത് പലപ്പോഴും നമ്മളൊരു ഫുൾ ഡേ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഗ്രിൽഡ് ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഇത് കുടലിനകത്ത് ഇറിറ്റേഷൻ, ഒന്ന് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. രണ്ടാമത്തത് ഇത് കുടലിന് ഇറിറ്റേഷനും നിങ്ങൾക്ക് പൈൽസ് പോലുള്ള, ഫിഷർ പോലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതിന് കാരണമാകും. ഇറച്ചി വിഭാഗങ്ങളും മത്സ്യവും കഴിയുന്നത്ര ആവിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വേവിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കറിയാക്കിയില്ലേ, സാധാരണ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലുള്ള കറിയാക്കി നമുക്ക് ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കാം. വറുത്തതും പൊരിച്ചതും കരിച്ചതും ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ബേക്കറി ഭക്ഷണങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇഫ്താറിന് ഒഴിവാക്കുക. ഏറ്റവും കൂടുതൽ ഭക്ഷണം നിങ്ങൾ ഈ നോമ്പ് സമയത്ത് കഴിക്കേണ്ടത് സുഹറിനാണ്, അത് കഴിഞ്ഞിട്ട് ഇഫ്താറിനാണ്. പലരും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തറാവീ നിസ്കാരത്തിന് ശേഷമാണ് പലരും പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിൽ നിന്നൊക്കെ ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇഫ്താറിന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കഴിയുന്നത്ര തറാവീ നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു രീതി ഒഴിവാക്കുക. സാധാരണ ഇഫ്താർ ഫുഡ് നിങ്ങൾ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിശപ്പ് ഫീൽ ചെയ്യത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് രാത്രി വിശക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിലോ നിങ്ങൾ തറാവീ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം, വലിയ പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. വളരെ ലേറ്റ് നൈറ്റ് ഉണർന്നിരിക്കുന്നത് നോമ്പ് സമയത്ത് നല്ലതല്ല. മാത്രമല്ല കഴിയുന്നത്ര നിങ്ങൾ ഈ നോമ്പ് കാലത്ത് റെഡ് മീറ്റിൻ്റെ ഉപയോഗം, റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, പോത്ത്, ആട്, മട്ടൺ, താറാവ് പോലുള്ളവയുടെ ഇറച്ചി കഴിയുന്നത്ര നിങ്ങൾ ഈ ഒരു നോമ്പ് സമയത്ത് നോമ്പ് മുറിച്ചതിന് ശേഷം കഴിക്കാതിരിക്കുക. ഇവ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും നിങ്ങളുടെ യൂറിക് ആസിഡ് പെട്ടെന്ന് ഉയരാനും കാരണമാകും. നിങ്ങളുടെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം, പെരുന്നാളിന് ശേഷം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. കഴിയുന്നത്ര മത്സ്യം കഴിക്കുക, ഇല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ് ധാരാളം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചിക്കൻ കഴിക്കാവുന്നതാണ്, ചിക്കൻ കറി വെച്ച് കഴിക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഗണ്യമായിട്ടുള്ളൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ നോമ്പ് സമയത്ത് പിടിപെടാൻ സാധ്യതയുള്ള അസുഖങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നോമ്പ് സമയത്ത് പലരും ഈ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ പകൽ കഴിക്കേണ്ടവ അങ്ങ് ഡോക്ടറോട് ചോദിക്കാതെ ഒഴിവാക്കി പലരും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ BP-യുടെ മരുന്നുകളോ ഇല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ മരുന്നുകളോ അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മരുന്നുകളോ ഒന്നും തന്നെ ഡോക്ടറോട് ചോദിക്കാതെ ഇവയുടെ ഡോസിൽ മാറ്റം വരുത്തരുത്. നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ ഈ നോമ്പിന് തൊട്ട് മുന്നേ കോൺടാക്ട് ചെയ്ത് മരുന്ന് കഴിക്കേണ്ട രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളോ ഡോസിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളോ ചോദിച്ച് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രമേഹ രോഗിയാണ്, ഇൻസുലിൻ എടുക്കുന്നവരാണ്, അവർ ഒരുപക്ഷെ ഇൻസുലിൻ എടുക്കുന്നു, അവർ ശരിക്കും സുഹർ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പകൽ കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടറെ വിളിച്ചിട്ട് എടുക്കേണ്ട ഇൻസുലിൻ്റെ ഡോസും അതിൻ്റെ ടൈമിങ്ങും ചോദിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ടതിന് ശേഷമേ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഈ ഒരു രീതിക്ക് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു നോമ്പ് കാലത്തേക്ക് എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും പ്രവേശിക്കാൻ സാധിക്കും. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ആരോഗ്യകരമായ വളരെ ഉന്മേഷഭരിതമായ നല്ലൊരു നോമ്പുകാലം എല്ലാ സഹോദരന്മാർക്കും ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.